ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. ഹയർ എഡ്യൂക്കേഷൻ്റെ നെക്സ്റ്റ് സെഷനാണ്. നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷനാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞത്. ഇനി ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ്റെ കമ്മീഷൻസ്, അതുപോലെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ നോക്കാം. ഇൻഡിപെൻഡൻസിന് ശേഷം വരുന്ന ആദ്യത്തെ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഈ കമ്മീഷൻ്റെ ചെയർമാന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ചില സമയത്ത് ഇതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അതെല്ലാം നോട്ട് ചെയ്യണം. എസിൻ്റെ ഫുൾ ഫോം സർവപ്പള്ളിയാണ്. ഓക്കെ, ഇപ്പോൾ സർവപ്പള്ളി രാധാകൃഷ്ണനാണ് എസ് രാധാകൃഷ്ണൻ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, നമ്മുടെ പ്രസിഡന്റും കൂടി ആയിരുന്നു, രണ്ടാമത്തെ പ്രസിഡന്റും കൂടി ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാന് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, സർവപ്പള്ളി രാധാകൃഷ്ണൻ. ഓക്കെ, 1948 അതുകൊണ്ടാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഏത് കമ്മീഷൻ നോക്കുവാണെങ്കിലും അതിൻ്റെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്തായിരുന്നു? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷണൽ പ്രോസസ്സിന് മുന്നേ ആയിട്ട് 12 വർഷം, അതായത് കോളേജിന് മുന്നേ ആയിട്ട് 12 വർഷം സ്കൂൾ വിദ്യാഭ്യാസം, അതായത് 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടാണ് നമ്മൾ കോളേജിൽ പോകുന്നത് അല്ലേ. അപ്പോൾ പ്രീ ഡിഗ്രി എന്നുള്ള ആ ഒരു സംഭവം തന്നെയാണ്, അതായത് ഡിഗ്രിക്ക് മുന്നേ ആയിട്ട് പ്രീ ഡിഗ്രി അല്ലേ, ഡിഗ്രിക്ക് മുന്നേ ആയിട്ട് 12 വർഷം എന്നുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ UGC ഷുഡ് ബി സെറ്റപ്പ് ടു ലുക്ക് ആഫ്റ്റർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ കൺട്രി. നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് UGC എന്ന് പറയുന്ന ഒരു ബോഡി സെറ്റപ്പ് ചെയ്യണം എന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ അടുത്തൊരു റെക്കമെൻഡേഷനാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ടു ബി റീജിയണൽ ലാംഗ്വേജ്. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പഠിപ്പിക്കുന്ന ഭാഷ ഏതായിരിക്കണം? റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം. അതായത് ഇപ്പോൾ കേരളമാണെങ്കിൽ അവിടെ മലയാളം ആയിരിക്കണം, തമിഴ്നാടാണെങ്കിൽ തമിഴായിരിക്കണം. അങ്ങനെ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, എലോങ് വിത്ത് സബ്ജക്റ്റ് ഓഫ് നാഷണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്. അതിനോടൊപ്പം തന്നെ നാഷണൽ ലാംഗ്വേജ്, അതായത് ഹിന്ദി എന്നാണ് നമ്മൾ നാഷണൽ ലാംഗ്വേജ് പൊതുവേ പറയാം അല്ലെ, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. നാഷണൽ ലാംഗ്വേജിനും ഇംഗ്ലീഷിനും ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ആയിരിക്കണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തതും ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോമിനൻസ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ്, റിസർച്ച് ടീച്ചിങ് ആക്ടിവിറ്റീസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ NCC NSS പോലുള്ളതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തതും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. UGC സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ കമ്മിറ്റി ആണെന്നുള്ള കാര്യവും ഓർക്കുക. റീജിയണൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള കാര്യവും ഓർക്കാം. ഓക്കെ, അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് മുതലിയാർ കമ്മീഷൻ അഥവാ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. 1952 മറ്റേത് 1948 എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതെന്താണ്? മുതലിയാർ ഓർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952. മെയിൻ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? മൾട്ടി പർപ്പസ് സ്കൂളുകൾ, 3 ഇയർ സെക്കൻഡറി ആൻഡ് 4 ഇയർ ഹയർ സെക്കൻഡറി സിസ്റ്റം. അതായത് സ്കൂളിൻ്റെ സംഭവത്തിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി. 3 വർഷം സെക്കൻഡറി, പിന്നെ അതുപോലെ തന്നെ 4 വർഷം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. 3 ലാംഗ്വേജ് ഫോർമുല, അത് നേരത്തെ നമ്മൾ കണ്ടു തന്നെയാണ്. 3 ലാംഗ്വേജ് ഫോർമുല, റീജിയണൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, അങ്ങനെ 3 ലാംഗ്വേജ് വരുന്നത് അല്ലേ, 3 ലാംഗ്വേജ് ഫോർമുല. അതുപോലെ തന്നെ TTC ആഫ്റ്റർ 12th ആൻഡ് B.Ed ആഫ്റ്റർ ഗ്രാജുവേഷൻ. 12ാം ക്ലാസ്സിന് ശേഷം TTCയും ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഗ്രാജുവേഷന് ശേഷം B.Ed. നിങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തത് മുതലിയാർ കമ്മീഷൻ ആണെന്നുള്ള കാര്യവും ഓർക്കാം. അടുത്തത് ഡോക്ടർ സമ്പൂരാനന്ദ് കമ്മിറ്റി 1961. ഈ ഡോക്ടർ സമ്പൂരാനന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഒരു പേരുണ്ട്, അതാണ് കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സമ്പൂർണം, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോഡ് പറയുന്നതാണ്. സമ്പൂർണം, പൂർണ്ണം അല്ലേ, എല്ലാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എല്ലാം കൂട്ടിച്ചേർത്തത് എന്നൊക്കെയാണ് ഇൻ്റഗ്രേഷൻ്റെ മീനിങ്. അപ്പോൾ സമ്പൂർണ്ണം,
എല്ലാം കൂടിച്ചേരുമ്പോൾ പൂർണ്ണമായല്ലോ, സമ്പൂർണ്ണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഈ സമ്പൂർണാനന്ദ് കമ്മിറ്റീനെ നമ്മൾ കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇൻ്റഗ്രേഷൻ എന്നും വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം കണക്ട് ചെയ്യുക. ഡോക്ടർ സമ്പൂർണാനന്ദ് കമ്മിറ്റി 1961 സമ്പൂർണം കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇൻ്റഗ്രേഷൻ. ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്തായിരുന്നു? സെറ്റപ്പ് ടു സ്റ്റഡി ദ റോൾ ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോർ ദി യൂത്ത് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദി പ്രോസസ് ഓഫ് ഇമോഷണൽ ഇൻ്റഗ്രേഷൻ. അതായത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളുടെ റോള് ഫോർ ദി യൂത്ത് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദി പ്രോസസ് ഓഫ് ഇമോഷണൽ ഇൻ്റഗ്രേഷൻ. ഇമോഷണൽ ഇൻ്റഗ്രേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളുടെ റോൾ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ഇമോഷണൽ ഇൻ്റഗ്രേഷന് എത്രത്തോളം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ എത്രത്തോളം നമ്മുടെ ഒരു ഇമോഷണൽ ഇൻ്റഗ്രേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നതിനെ പറ്റിയിട്ട് പഠനം നടത്തിയ ഒരു കമ്മിറ്റിയാണ് ഡോക്ടർ സമ്പൂർണാനന്ദ് കമ്മിറ്റി. അതായത് ഇമോഷണൽ ഇൻ്റഗ്രേഷൻ കമ്മിറ്റി എന്നും അതിനെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് കോത്താരി കമ്മീഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു തവണ ചോദിച്ചായിരുന്നു ഇതിൻ്റെ ചെയർമാൻ ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ കോത്താരി എന്ന് കേൾക്കുമ്പോൾ തന്നെ കോത്താരി ആണെന്ന് അറിയായിരിക്കും. പക്ഷേ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഡോക്ടർ DS കോത്താരി, KS കോത്താരി ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ DS കോത്താരിയാണ് കോത്താരി കമ്മീഷൻ്റെ ചെയർമാൻ. ഓക്കെ. അപ്പോൾ കോത്താരി കമ്മീഷൻ ഓർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 1966. ഇതിനെ നമ്മൾ ബൈബിൾ ഫോർ ടീച്ചേഴ്സ് എന്നാണ് വിളിക്കുക. ടീച്ചേഴ്സിൻ്റെ ബൈബിൾ എന്നാണ് കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ വിളിക്കുന്നത്. ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കോത്താരി കമ്മീഷൻ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ്റെ ഏരിയയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ബൈബിൾ ഫോർ ടീച്ചേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? കോമൺ സ്കൂൾ സിസ്റ്റം, അക്കാഡമിക് ഫ്രീഡം ടു ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് അക്കാഡമിക് ഫ്രീഡം കൊടുക്കുക. അതായത് ടീച്ചേഴ്സിന് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കൊടുക്കുക, അല്ലേ? അതായത് അവർ ഏത് രീതിയിൽ പഠിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ടീച്ചേഴ്സിന് കൊടുക്കുക. അതായത് അവർക്ക് കുറച്ചും കൂടെ ഒരു അക്കാഡമിക്കായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം ടീച്ചേഴ്സിന് കൊടുക്കുക. ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ. എല്ലാവർക്കും എഡ്യൂക്കേഷനിൽ ഈക്വൽ ആക്സസ് കൊടുക്കുക. പിന്നെ 10+2+3. എന്താണ് ഈ 10+2+3? ആദ്യം 10ാം ക്ലാസ് വരെ, പിന്നെ 2 വർഷം +1+2, പിന്നെ 3 വർഷം ഡിഗ്രി. അതാണ് 10+2+3. ഇപ്പോഴാണ് അതിൽ ചേഞ്ച് വന്നത്, അല്ലേ? 10+2+4 ആണ് ഇപ്പം, അല്ലേ? 4 വർഷം ഡിഗ്രി ആണല്ലോ ഇപ്പം. അപ്പോൾ നമ്മളൊക്കെ 10+2+3 ആണ്, അല്ലേ? ഇമ്പോർട്ടൻസ് ടു വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതെല്ലാം കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ആണ്. 3 year ഓഫ് ഡിഗ്രി ആൻഡ് 4 year ഓഫ് ഓണേഴ്സ് ഡിഗ്രി കോഴ്സ്, അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഓണേഴ്സ് ഡിഗ്രിയാണ്. അപ്പോൾ 3 വർഷത്തെ ഡിഗ്രിയും 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി കോഴ്സും ഒക്കെ റെക്കമെൻഡ് ചെയ്തത് കോത്താരി കമ്മീഷനാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 6% ഓഫ് നാഷണൽ ഇൻകം ഓൺ എഡ്യൂക്കേഷൻ. നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് കോത്താരി കമ്മീഷനാണ്. ഇനി അങ്ങോട്ടുള്ള ഏത് കമ്മീഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ റെക്കമെൻഡേഷൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 6% മാറ്റിവെക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും നമ്മുടെ നാഷണൽ ഇൻകത്തിൻ്റെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതാണ് ജ്ഞാനം കമ്മിറ്റി. 1993. ജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കണക്ട് ചെയ്യാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അൺചെക്ഡ് ആയിട്ടുള്ള ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്വയംഭരണാവകാശമുള്ള യൂണിവേഴ്സിറ്റികൾ, അല്ലേ? നമ്മൾ കൽപ്പിത സർവകലാശാല എന്ന് പറയും, അല്ലേ? ഇപ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയൊക്കെ പോലുള്ളതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ നമ്മുടെ കലാമണ്ഡലം, അല്ലേ? കേരള കലാമണ്ഡലം ഒരു കൽപ്പിത സർവകലാശാലയാണ്. അപ്പോൾ അതിനെ കുറച്ച് ഫ്രീഡം ഉണ്ട്, അല്ലേ? നമ്മൾ സർക്കാരിൻ്റെ ഡയറക്റ്റായിട്ട് അണ്ടറിൽ വരുന്നതല്ല, എന്നാൽ സർക്കാർ അതിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് അത് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന റൂളുകൾ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പക്ഷെ നേരിട്ട് സർക്കാരിൻ്റെ അണ്ടർടേക്കിംഗ് അല്ല എന്നുള്ളതാണ്. പക്ഷേ അത് ക്വാളിറ്റി കുറയുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സർക്കാരിന് അതിൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അൺചെക്ഡ് ആയിട്ടുള്ള ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്യണം? ഷട്ട് ഡൗൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കമ്മിറ്റിയാണ് ജ്ഞാനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഏതെങ്കിലും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യണം എന്നൊക്കെയുള്ള
റെക്കമെൻഡേഷൻസ് ഈ ജ്ഞാനം കമ്മിറ്റിയാണ് കൊടുത്തത്. കാരണം അതെന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിന് ഒരു ത്രെട്ടാണ് അല്ലേ. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സർവകലാശാല എന്താണ് നല്ല രീതിയിലല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അവിടെ കിടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അൺചെക്ഡ് ആയിട്ടുള്ള ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് ജ്ഞാനം കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കാം. emphasized the need for a national commission on higher education. അതുപോലെ ഇവർ വേറൊരു കാര്യം കൂടെ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നാഷണൽ കമ്മീഷൻ വേണം ഓൺ ഹയർ എഡ്യൂക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഗുലേറ്റ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ റിസർച്ച് എൻകറേജ് ചെയ്യാനും ഒരു നാഷണൽ കമ്മീഷൻ വേണം എന്ന് എംഫസൈസ് ചെയ്തതും ഈ പറയുന്ന ജ്ഞാനം കമ്മിറ്റിയാണ്. അപ്പോൾ ജ്ഞാനം കമ്മിറ്റി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ അൺചെക്ഡ് ആയിട്ടുള്ള ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ, ഒരു നാഷണൽ കമ്മീഷൻ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹയർ എഡ്യൂക്കേഷനും റിസർച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി. അടുത്തത് സാം പെത്രോഡ കമ്മിറ്റിയാണ്. സാം പെത്രോഡ കമ്മിറ്റി 2007. ഇതൊക്കെ കാണാതെ പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, സാം പെത്രോഡ കമ്മിറ്റി 2007 എന്താണ്? മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഇപ്പം നമ്മൾ രണ്ട് മെയിൻ സബ്ജക്റ്റുകൾ വരും. അതായത് ഇപ്പം കൊമേഴ്സ് വിത്ത് എന്താണ് ടൂറിസം, അങ്ങനെയൊക്കെ രണ്ട് കോഴ്സുകൾ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അതിനെയാണ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാമുകളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ആൻ ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോംഡ്. ഹയർ എഡ്യൂക്കേഷന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി വേണം എന്നാവശ്യപ്പെട്ടതും സാം പെത്രോഡ കമ്മിറ്റിയാണ്. അതുപോലെ സപ്പോർട്ടഡ് എൻട്രി ഓഫ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ എൻട്രിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തത് യശ്പാൽ കമ്മിറ്റിയാണ്. യശ്പാൽ കമ്മിറ്റി 2008. ഇത് കണക്ട് ചെയ്യാനൊരു വഴിയുണ്ട്. നമ്മൾ പാല് കുടിക്കുന്ന എന്തിനാണ്? നമുക്കൊരു ഉണർവ് വരാനാണ് അല്ലേ, ഒന്ന് റെജുവിനേറ്റ് ആവാനാണ്. അപ്പോൾ യശ്പാൽ കമ്മിറ്റി മൊത്തത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു റെജുവിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ ഉള്ളതാണ് അല്ലേ. നമ്മളൊന്ന് ഉഷാറായി വരുന്നതിനെയാണ് റെജുവിനേഷൻ എന്ന് പറയാം. അപ്പോൾ പാല് കുടിക്കുമ്പോൾ നമ്മൾ റെജുവിനേറ്റഡ് ആവും എന്ന് നോക്കുക. അപ്പോൾ യശ്പാൽ കമ്മിറ്റി റെജുവിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇറ്റ് റെക്കമെൻഡഡ് all deemed universities be either converted into full-fledged universities or scrapped. അപ്പോൾ മൊത്തത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഒന്ന് റെജുവിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യശ്പാൽ കമ്മിറ്റിയുടെ ലക്ഷ്യം. അപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്തൊരു കാര്യം, എല്ലാ ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഒന്നില്ലെങ്കിൽ അത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയി മാറണം, അല്ലെങ്കിലോ അതിനെ സ്ക്രാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഷട്ട് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ അത് നിർത്തണം അല്ലേ. ഒന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് നിർത്തലാക്കുക. ഓക്കെ, അടുത്തത് ശർമ്മ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ 50% ബജറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അതുപോലെ 500 കോടി ബി സ്പെൻഡ് ഓൺ റിസർച്ച് ഇൻ ബേസിക് സയൻസസ് എവ്രി ഇയർ ബൈ UGC 500 കോടി എന്തിനു വേണ്ടി മാറ്റിവെക്കണം, സ്പെൻഡ് ചെയ്യണം? ബേസിക് സയൻസിലെ റിസർച്ചിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസർ എന്ന് കേട്ടിട്ടില്ലേ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തതും ശർമ്മയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ശർമ്മ കമ്മിറ്റി കൂടുതലും എന്താണ്? സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പോൾ ഐസർ സ്ഥാപിച്ചതും ആരായിരിക്കും? ശർമ്മ കമ്മിറ്റി. കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്തത് ഡോക്ടർ അനിൽ കക്കോദ്കർ കമ്മിറ്റി. ഇത് ഓർത്തിരിക്കാനൊരു ടെക്നീക്ക് പറഞ്ഞുതരാം. അനിൽ കക്കോദ്കർ എന്നത് പറയുന്നതിന് പകരം ടെക്കോദ്കർ എന്ന് പറയാം. ടെക്കോദ്കർ. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അനിൽ കക്കോദ്കർ എന്ന് പറയുന്നതിന് പകരം ടെക്കോദ്കർ. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇംപ്രൂവ്മെൻ്റ് ആണ് ഡോക്ടർ അനിൽ കക്കോദ്കർ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അതുപോലെ 2% ഓഫ് ബഡ്ജറ്റ് ഇൻ എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബി ഇയർ മാർക്ക്ഡ് ഫോർ റിസർച്ച്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ബജറ്റിൻ്റെ 2% എന്തിനു വേണ്ടി മാറ്റിവെക്കണം? റിസർച്ചിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതും ഡോക്ടർ അനിൽ
കക്കോദ്കർ കമ്മിറ്റിയാണ്. അടുത്തത് KB പവാർ കമ്മിറ്റി. KB പവാർ കമ്മിറ്റി എന്താണ്? പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. ഹയർ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം. എന്താണ് ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ അക്ഷയൊക്കെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പാണ്. അതായത് സർക്കാരും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട് അല്ലേ. രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്വാളിറ്റി അല്ല, കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കംപ്ലീറ്റ്ലി സർക്കാർ ആകുമ്പോൾ ഫണ്ട് കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയും കൂടെ അതിനകത്ത് ടേക്ക് പാർട്ടി ചെയ്യുന്ന സമയത്ത് അവിടെ ഫണ്ട് റേസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? KB പവാർ കമ്മിറ്റിയാണ്. അപ്പോൾ അക്ഷയ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അത് കംപ്ലീറ്റ്ലി സർക്കാരല്ല, സർക്കാരും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിയും കൂടെ പാർട്ട്ണർഷിപ്പിലാണ് അത് പോകുന്നത്. അതുകൊണ്ടാണത് നമുക്ക് കുറച്ചും കൂടി ഫണ്ടൊക്കെ റേസ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തത്. അപ്പോൾ അതുപോലെ ഹയർ എഡ്യൂക്കേഷനിൽ ഈ പറയുന്ന പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വേണം എന്ന് പറഞ്ഞത് KB പവാർ കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് സുബ്രഹ്മണ്യം കമ്മിറ്റി. 2016 അറ്റ്ലീസ്റ്റ് 6% ഓഫ് GDP ഫോർ എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെയും കണ്ടു അല്ലേ. GDP എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം അല്ലേ, GDPയുടെ 6% എന്തിനു വേണ്ടി മാറ്റിവെക്കണം? എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം. അറ്റ്ലീസ്റ്റ് 50% മാർക്സ് അറ്റ് ഗ്രാജുവേറ്റ് ലെവൽ ഫോർ BEd കോഴ്സസ്. BEd കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രാജുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ടീച്ചർ എൻട്രൻസ് ടെസ്റ്റ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി. ടീച്ചർ എൻട്രൻസ് ടെസ്റ്റുകൾ, അതായത് ഇപ്പോൾ നമ്മൾ KTET, CTET, നെറ്റ്, സെറ്റ് ഇതുപോലുള്ള അല്ലേ ടീച്ചേഴ്സിനുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ എന്തായിരിക്കണം? കമ്പൽസറി ആക്കണം എന്ന് പറഞ്ഞതും ആരാണ്? സുബ്രഹ്മണ്യം കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനിയാണ് നമുക്ക് NEP പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ NEPകളെല്ലാം ഒരു സൈഡിലേക്ക് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ NEP ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത്, ചിലപ്പോൾ NPE എന്നും കാണാറുണ്ട്. സെയിം തന്നെയാണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നും പറയാറുണ്ട്. അപ്പോൾ NEP എന്ന് പറഞ്ഞാലും NPE എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്. എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത്? നീഡ് ഫോർ ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്. എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യണം. സ്ട്രെങ്തനിങ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് ആൻഡ് റിസർച്ച്. പോസ്റ്റ് ഗ്രാജുവേഷനിലെ ടീച്ചിങ്, റിസർച്ച് ഇതിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. ന്യൂ യൂണിവേഴ്സിറ്റീസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ പ്രോപ്പർ പ്ലാനിംഗ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് അഡിക്വേറ്റ് ഫണ്ട്സ്. പുതിയ യൂണിവേഴ്സിറ്റികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങിനും ഫണ്ടൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനും ശേഷം മാത്രമായിരിക്കണം എന്ന് പറഞ്ഞതും ആരാണ്? NEP 1968 ആണ്. അതായത് ആദ്യത്തെ NEP. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതും NEP 1968 ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി രണ്ടാമത്തെ NEP ആണ്, തിരിച്ചിട്ടാൽ മതി. 68 തിരിച്ചിട്ടാൽ 86. NEP 1986. ഇതിന്റെ ഭാഗമായിട്ടാണ് കുറേ ഗവൺമെന്റ് സ്കീമുകൾ വന്നത്. അതാണ് സർവശിക്ഷ അഭിയൻ. അതായത് പ്രൈമറി തലത്തിൽ നമ്മൾ സർവശിക്ഷ അഭിയന്റെ നിങ്ങൾ ദൂരദർശനിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി ഒരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു കാർട്ടൂൺ ഇതല്ലേ, അത് സർവശിക്ഷ അഭിയന്റെ ആണ്. പ്രൈമറി എഡ്യൂക്കേഷന്റെ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് സർവശിക്ഷ അഭിയൻ. എല്ലാവർക്കും വിദ്യാഭ്യാസം, അതായത് പ്രൈമറി തലത്തിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ട് വിദ്യാഭ്യാസം നൽകിയിരിക്കണം എന്നുള്ള അതിന്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള സ്കീമാണ് SSA, സർവ ശിക്ഷ അഭിയൻ. അതുപോലെ മിഡ് ഡേ മീൽ സ്കീം, ഉച്ചക്കഞ്ഞി വിതരണം. ഇതൊക്കെ എഡ്യൂക്കേഷൻ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നവോദയ വിദ്യാലയ, റൂറൽ ഏരിയയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യത്തോടെ പഠിക്കാനുള്ളതാണ് അല്ലേ. നവോദയയും അത് തന്നെയാണ്, KVയും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്കീമുകളാണ്. പിന്നെ യൂസ് ഓഫ് IT ഇൻ എഡ്യൂക്കേഷനിൽ IT അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം NEP 1986 ഭാഗമായിട്ട് വന്നതാണ്. ഇനി ഇവരെന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത്? 10+2+3 അത് മുന്നേ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സ്ട്രെങ്തനിങ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ, അതായത് അഡൽട്ട് എഡ്യൂക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യുക. സ്ട്രെങ്തനിങ് ഓഫ് ലോക്കൽ എഡ്യൂക്കേഷൻ, അതായത് ലോക്കൽ ഏരിയയിൽ റൂറൽ ഏരിയയിലേക്കുള്ള എഡ്യൂക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യുക. ഗ്രാജുവൽ റീപ്ലേസ്മെന്റ് ഓഫ് അഫിലിയേറ്റിംഗ് സിസ്റ്റം ബൈ ഓട്ടോണോമസ് കോളേജസ്, അതായത് അഫിലിയേറ്റിംഗ് ബോഡി പതുക്കെ മാറിയിട്ട് കോളേജുകൾ ഓട്ടോണോമസ് ആവണം. അപ്പോൾ അതിൻ്റെ
എന്താണ് മാനിഫെസ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അല്ലേ. പല കോളേജുകളും എന്താണ് ഇപ്പോൾ ഓട്ടോണോമസ് ആണല്ലോ. അപ്പോൾ 1986 NEP-യിൽ പറഞ്ഞ റെക്കമെൻഡേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ത്വരിതപ്പെടുത്തുക. അതുപോലെ തന്നെ റൂറൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം, ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും NEP 1986-ന്റെ റെക്കമെൻഡേഷനാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലും എന്ത് വേണം, എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്റ്റേറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തതും ആരാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ആണ്. അടുത്ത NEP ആണ് NEP 1992. അതിൽ റെക്കമെൻഡേഷൻ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒറ്റ റെക്കമെൻഡേഷൻ മാത്രം നോക്കിയാൽ മതി. കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ഇൻ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ടെക്നിക്കൽ പ്രോഗ്രാമുകൾക്ക്, പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്കൊക്കെ എന്താണ്, കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വേണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ MBBS-ന് അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയറിങ്ങിനൊക്കെ എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണം എന്ന്, നിർബന്ധമായിട്ടും വേണം എന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്, NEP 1992 ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് NEP 2016 ആണ്. ഇത് റെക്കമെൻഡ് ചെയ്തത് സുബ്രഹ്മണ്യ കമ്മിറ്റിയാണ്. മെയിൻ ഫോക്കസ് എന്താണ്, ജെൻഡർ ഇക്വാലിറ്റി ആണ്. ജെൻഡർ ഇക്വാലിറ്റി ആണ് ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ വേണമെന്നൊക്കെ റെക്കമെൻഡ് ചെയ്തത് NEP 2016 ആണ്. പിന്നെ കരിക്കുലം ഒക്കെ റീസ്ട്രക്ചർ ചെയ്തു. പിന്നെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, അതുപോലെ തന്നെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, മൂക്കുകൾ, അതിനെയൊക്കെ എന്ത് ചെയ്തു, ത്വരിതപ്പെടുത്തി എന്നുള്ളതൊക്കെ എന്തിന്റെ റെക്കമെൻഡേഷൻ ആണ്, NEP 2016-ന്റെ റെക്കമെൻഡേഷൻ ആണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് NEP 2020 ആണ്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ NEP 2020 കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.